കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ബി.ജെ.പി. വിധേയത്വം എത്രത്തോളമാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. ബി.ജെ.പിയെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്ത ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അത് മുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും ജെ.പി. നഡ്ഡ സ്ഥാനമൊഴിയുമ്പോൾ അടുത്ത ബി.ജെ.പി. അധ്യക്ഷനാകും എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്ന ബി.ജെ.പിയുടെ ദേശീയ നേതാവ് വിനോദ് താവ്ഡെ മഹാരാഷ്ട്രയിലെ ഒരു ഹോട്ടലിൽ നിന്നും കള്ളപ്പണവുമായി പിടിയിലാവുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ ചുവപ്പ് ഡ്രസ് ഇട്ടിരിക്കുന്ന ആളാണ് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ. മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ ബഹുജൻ വികാസ് അഘാഡി നേതാവ് ഹിതേന്ദ്ര ഠാക്കൂറിന്റെ നേതൃത്വത്തിൽ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരാണ് മഹാരാഷ്ട്രയിലെ ഒരു ഹോട്ടലിൽ നിന്നും വിനോദ് താവ്ഡെയെ പണവുമായി പിടികൂടുന്നത്. പണവുമായി കയ്യോടെ പിടിക്കപ്പെട്ട വിനോദ് താവ്ഡെ അത് തൻ്റേതല്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഹോട്ടലിൽ പരിശോധന നടത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് 9.93 ലക്ഷം രൂപയും അതോടൊപ്പം 2 നിർണായകമായ ഡയറികളും പിടിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരുടെ ആരോപണം മണ്ഡലത്തിൽ 5 കോടി രൂപ വിനോദ് താവ്ഡെ വിതരണത്തിനായി എത്തിച്ചു എന്നും ഈ വിവരം തങ്ങൾക്ക് നൽകിയത് ബി.ജെ.പി. പ്രവർത്തകർ തന്നെയാണെന്നാണ് ബഹുജൻ വികാസ് അഘാഡി നേതാവ് ഹിതേന്ദ്ര ഠാക്കൂർ വ്യക്തമാക്കിയത്. അതായത് ബി.ജെ.പിയിലെ തന്നെ ഒരു ഉൾപോരിന്റെ ഭാഗമായാണ് ഈ കള്ളപ്പണ ഇടപാട് പുറത്തു വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 50% പോളിംഗ് പോലും രേഖപ്പെടുത്തിയില്ല എന്ന മോശകരമായ ഒരു വാർത്ത അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ഈ വാർത്ത ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ തിരിച്ചടി നൽകുന്ന ഒന്നാണ്. കാരണം വിനോദ് താവ്ഡെ ബി.ജെ.പിയുടെ ഒരു ദേശീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി ബി.ജെ.പിയുടെ അധ്യക്ഷനാവാൻ സാധ്യതയുള്ള ചുരുക്കപ്പട്ടികയിലെ ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിലൊരു നേതാവിനെ കള്ളപ്പണവുമായി ഇത്ര കൃത്യമായി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പിടിക്കപ്പെട്ടിട്ടും ആ വാർത്തയ്ക്ക് എന്തർഹിക്കുന്ന പ്രാധാന്യമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിക്ക് കൂടി നിർണായകമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനമായിരുന്നു. ആ ദിനത്തിൽ ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിരുന്നെങ്കിൽ അത് പാലക്കാട്ടെ ബി.ജെ.പിയുടെ സ്വപ്നങ്ങളെ വലിയ തോതിൽ ബാധിച്ചേനെ. എന്നാൽ ആ ബാധിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനുള്ളതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിനോദ് താവ്ഡെ കള്ളപ്പണവുമായി പിടിക്കപ്പെട്ട ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത് അവരുടെ മാധ്യമധർമ്മം തെളിയിച്ചത്. എന്തായാലും ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിൽ കാലിടറുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യമാണ് ഈ വിനോദ് താവ്ഡെയുടെ കള്ളപ്പണവുമായുള്ള പിടിക്കപ്പെടൽ. ബി.ജെ.പിയിലെ തന്നെ അന്തഛിദിരത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പിടിക്കപ്പെടൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ബി.ജെ.പി. അടുത്തൊരു വട്ടം കൂടി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് വിനോദ് താവ്ഡെ. ആ വിനോദ് താവ്ഡെ മുഖ്യമന്ത്രി ആകരുത് എന്നാഗ്രഹിക്കുന്ന ബി.ജെ.പിയുടെ ദേശീയ നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ അനുയായികളാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തി വിനോദ് താവ്ഡെയെ ഒറ്റിക്കൊടുത്തതെന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രചരിക്കുന്ന വാർത്ത. സംഭവം എന്ത് തന്നെയായാലും കേരളത്തിലെ മാധ്യമങ്ങളും ചെറിയ തോതിൽ ഈ ചതിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമി വിനോദ് താവ്ഡെയെ ചതിച്ചത് ദേവേന്ദ്ര ഫട്നാവിസോ എന്ന രീതിയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത്. സംഭവം എന്ത് തന്നെയായാലും മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്ക് കാലിടറുകയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനം അത് പലരും കരുതുന്ന പോലെ ഉത്തർപ്രദേശ് ആയിരുന്നില്ല, പകരം മഹാരാഷ്ട്രയായിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ 2014-ലും 2019-ലും 23 സീറ്റാണ് ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് സ്വന്തമാക്കിയത്. എന്നാൽ ഇത്തവണ ബി.ജെ.പി. ഏറെ പ്രതീക്ഷ വച്ചിരുന്ന മഹാരാഷ്ട്രയിൽ അവർക്ക് സ്വന്തമാക്കാനായത് വെറും 9 സീറ്റാണ്. അതായത് 2 അക്കം കാണാൻ പോലും ബി.ജെ.പിക്ക് സാധിച്ചില്ല.
2019 മഹാരാഷ്ട്രയിൽ വെറും ഒരു സീറ്റ് മാത്രം ജയിക്കാനായ കോൺഗ്രസ് 13 സീറ്റുകൾ നേടിയപ്പോൾ BJP വെറും 9 സീറ്റുകളിൽ ഒതുങ്ങി. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ജനവികാരം BJPക്കെതിരാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായതാണ്. BJPയുടെ സഖ്യകക്ഷികളും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരുന്നു. ശിവസേന, ഷിൻഡെ വിഭാഗത്തിനും NCP, അജിത് പവാർ വിഭാഗത്തിനും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവരുടെയൊക്കെ മാതൃസംഘടനകളായ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും NCP, ശരത് പവാർ വിഭാഗവും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഈ രണ്ട് ശിവസേന വിഭാഗവും NCP വിഭാഗവും BJPക്കൊപ്പമുള്ള കൂട്ടുകാരണം അവർ അനുഭവിച്ചത് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP 18ഉം 19ഉം അടവുകൾ പുറത്തെടുക്കുന്നത് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിരുന്നു. സ്വന്തം നേതാക്കളെയും വക്താക്കളെയും ശിവസേന, ഷിൻഡെ വിഭാഗത്തിനുൾപ്പെടെ സ്ഥാനാർത്ഥികളാകാൻ വിട്ടു നൽകുന്ന ഒരു BJPയെ നമ്മൾ കണ്ടിരുന്നു. അതുമാത്രമല്ല, വലിയ തോതിൽ പണമൊഴുക്കി തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാനുള്ള BJPയുടെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വിനോദ് താവ്ഡെയുടെ ഈ പിടിക്കപ്പെടൽ എന്നുകൂടി കോൺഗ്രസും ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും ഒക്കെ ആരോപിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും മഹാരാഷ്ട്രയിൽ BJPക്ക് കാലിടറുകയാണ്. അവരുടെ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ ഇതിനോടകം നിലനിൽക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ശിവജി പാർക്കിൽ വെച്ച് നടന്ന മഹാറാലിയിൽ, നരേന്ദ്രമോദി പങ്കെടുത്ത മഹാറാലിയിൽ നിന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ NCP, അജിത് പവാർ വിഭാഗം പൂർണ്ണമായും വിട്ടുനിന്നത് വലിയ തോതിൽ വാർത്തയായിരുന്നു. അതിന് പ്രധാന കാരണം BJPയുടെ അവിടുത്തെ മുദ്രാവാക്യം തന്നെയായിരുന്നു. അവസാന ഘട്ടത്തിൽ തോൽവി ഉറപ്പായപ്പോൾ യോഗി ആദിത്യനാഥിനെ ഉപയോഗിച്ച ഒരു മുദ്രാവാക്യം BJP മഹാരാഷ്ട്രയിൽ ഉയർത്തിയിരുന്നു. ബാട്ടേങ്കെ തോ കാട്ടേങ്കെ, വിഭജിക്കപ്പെട്ടാൽ മുറിക്കപ്പെടും. അതായത് ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി BJPക്ക് കീഴിൽ അണിനിരന്നില്ലെങ്കിൽ അത് മുറിക്കപ്പെടും എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യത്തിന്റെ സാരം. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന NCP, അജിത് പവാർ വിഭാഗത്തിനും, എന്തിനേറെ പറയുന്നു ശിവസേന, ഷിൻഡെ വിഭാഗത്തിന് പോലും ഈ മുദ്രാവാക്യം ദഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, പല മണ്ഡലങ്ങളിലും വിമതന്മാരുടെ ശല്യവും അതോടൊപ്പം തന്നെ മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങളും BJPയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഹരിയാനയിലെ പോലെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമോ മുന്നണി സംവിധാനമോ ഒന്നും തന്നെ BJPക്ക് മഹാരാഷ്ട്രയിലില്ല. അതുകൊണ്ട് തന്നെ 23-ാം തീയതി വോട്ടെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ BJP വലിയൊരു തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അതും BJPയുടെ അടുത്ത അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി പണവുമായി പിടിക്കപ്പെട്ടിട്ടും അത് ഒരു കോളം വാർത്തയായി പോലും നൽകാത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ BJP വിധേയത്വം ഒരിക്കൽ കൂടി നന്നായി തെളിയിച്ചിരിക്കുകയാണ്.